ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. സേമിയൊക്കെ വെച്ച് ചെയ്തെടുക്കുന്ന നല്ലൊരു അടിപൊളി പോളയാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. ഇത് വേണമെന്നില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി നെയ്യിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴം ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ്. വളരെ തിന്നായിട്ടല്ല, അത്യാവശ്യം ചെറിയൊരു കനത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഓവർ കണ്ട് പഴുത്ത് പോയ പഴം എടുക്കും ചെയ്യരുത്, എന്നാൽ പറ്റങ്ങ് പഴുക്കാത്ത പഴം എടുക്കരുത്. ഒരു മീഡിയം, അത്രയും നല്ലത് കേട്ടോ. കാരണം ഇത് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്, അലിഞ്ഞു പോകുന്ന രീതിയിലല്ല. അതുകൊണ്ട് അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മധുരമുള്ള പഴം കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം ഒന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ പോളക്ക്. സാധാരണ നമ്മൾ പോള ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വഴറ്റാനൊന്നും നിൽക്കാറില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. 1-2 മിനിറ്റ് അത്രേ വേണ്ടൂ. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് സേമിയ വേണം. ഒരു 3/4 കപ്പ് സേമിയം ആണ് എടുത്തിട്ടുള്ളത്. 3 പാക്കറ്റിലോട്ട് അത്രയും മതിയാവും. 3/4 കപ്പ് സേമിയം. ഇത് വറുക്കാത്ത സേമിയമാണ്. വറുത്ത സേമിയ എടുക്കുക. ഏത് സേമിയ വേണമെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, കാരണം വറുക്കാത്തതല്ലേ. അപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊരിക്കലും അങ്ങനെ ഫ്ലോപ്പായി പോകുന്നൊരു റെസിപ്പിയല്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 2 മിനിറ്റ് ആയപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ വറവായി വന്നിട്ടുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് പാലല്ല കേട്ടോ, ഞാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കപ്പിനകത്ത് എടുത്തതാണ്. ടോട്ടൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് സേമിയം വേവിക്കാൻ ഏകദേശം 1 കപ്പ് പാല്, അത്ര. അല്ലാന്നുണ്ടെങ്കിൽ പാല് മൊത്തത്തിൽ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പാലും വെള്ളം മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിൽ, ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ആവുകയും ചെയ്തിരുന്ന തീരെ വേവാണ്ടും ആവരുത്. ഒരു 3 മിനിറ്റ് അത്രയാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്, ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാനും കാര്യത്തിനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. ഞാനൊരു 8 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 7 ടേബിൾ സ്പൂൺ മധുരമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് പൊടിച്ചെടുക്കുകയാണ്. അതിലോട്ട് ഒരു 4-5 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചത് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്ക പൊടിച്ചതില്ല, അപ്പോൾ ഞാൻ പഞ്ചസാരയിലിട്ട് പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിനോട്ട് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് വലിയ മുട്ടയാണ്, അതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. ചെറിയ മുട്ടയാണെങ്കിൽ 4 വരെ എടുക്കുക. അപ്പോൾ 3 പഴത്തേക്ക് 3 മുട്ട എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഏലക്കയും പഞ്ചസാരയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആവശ്യം വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കാനൊക്കെ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ പഞ്ചസാര അങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് അധികം സമയം തന്നെ നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ട് തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. എല്ലാം കൂടെ മധുരമല്ലേ, അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ ഈ ഒരു 8 ടേബിൾ സ്പൂൺ 7 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്താലേ നമുക്കിത് ഉണ്ടാക്കി വന്ന് കഴിയുമ്പോൾ ഒരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. പോള കഴിക്കുമ്പോൾ അത്യാവശ്യം മധുരം അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പഴമല്ലേ എന്തിനാ ഇത്രയും മധുരം ചേർക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട, മധുരം ഇത്രയും നമ്മൾ ചേർക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയം കട്ട പിടിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ സേമിയ വെച്ച് നിങ്ങൾ പോള റെഡിയാക്കിയിട്ടില്ലെങ്കിൽ
ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഗസ്റ്റോ കാര്യങ്ങളോ ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലോട്ട് ഇനി പഴം കൂടെ ഇട്ട് കൊടുക്കുക. പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലോട്ട് ബദാമും അതുപോലെ തന്നെ പിസ്ത അതുപോലെ തന്നെ ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പഴം മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഓവർ ലൂസും അല്ല എന്നാൽ ഓവർ കട്ടിയല്ല, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഓവർ കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പാൻ ചൂടാക്കിയാണ് അതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺഫ്ലവർ ഓയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതാ എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പോള ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് കുഴിയുള്ളൊരു പാത്രത്തിൽ ചെയ്യുക. അപ്പോൾ പോളക്ക് നല്ലൊരു ഷേപ്പും ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം നിരന്നിട്ടുള്ള ഒരു പോളയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലാണ്ട് എന്ത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടിയിൽ ഒരു തവ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മേലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മേലെ ഭാഗം തൊട്ട് നോക്കിയ സമയത്ത് കുക്കായിട്ടുണ്ട്. ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് തിന്നാവുന്നതേ ഉള്ളൂ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വേറൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് തടവിയിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഇതാ അതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അടിപൊളി ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്, അത്രയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മധുരവും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.